സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ ഒരു കലാകാരിയുണ്ട് തിരുവനന്തപുരത്ത്. BJPയുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘാംഗങ്ങളാണ് സജിത ശങ്കറിന്റെ ജീവിതം ദുരിതത്തിലാക്കിയത്. സമ്പാദ്യം തിരികെ പിടിക്കാൻ നിയമ പോരാട്ടം നടത്തുകയാണ് ഈ ചിത്രകാരി. സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് വഴിയാധാരമായെന്ന പരാതിയാണ് സജിതയ്ക്ക് പറയാനുള്ളത്. കലാജീവിതത്തിനിടെ കിട്ടിയ അവാർഡ് തുകയും ചിത്രങ്ങൾ വിറ്റുകിട്ടിയ തുകയുമാണ് തിരുവിതാംകൂർ സഹകരണ സംഘത്തെ വിശ്വസിച്ചേൽപ്പിച്ചത്. 2010 മുതലാണ് എൻ്റെ ഒരു നിക്ഷേപം ഞാൻ അവിടെ കൊണ്ടിടുന്നത്. ചില പലിശ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കല ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു കലാകാരൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിജീവിക്കുന്നതെന്നൊന്നും സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അറിയില്ല ശരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പെട്ടുപോയി എന്നുള്ളതാണ്. സംഘത്തിൻ്റെ മാനേജർ കൂടിയായ സുഹൃത്തുമായുള്ള അടുപ്പമാണ് പണം നിക്ഷേപിക്കാനിടയാക്കിയത്. പലിശയായിരുന്നു വരുമാന മാർഗം. ഒരാവശ്യം വന്നപ്പോൾ പണം പിൻവലിക്കാനെത്തി, ലഭിച്ചില്ല. പിന്നെയും ആവശ്യമുന്നയിച്ചു. ഒരു കുലുക്കവുമില്ല. എൻ്റെ ചില FDs മെച്യൂർഡായിരുന്നു. അപ്പോൾ ഈ മെച്യൂർഡായത് എടുക്കാനായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായത്. അത് 2024 ഫെബ്രുവരിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ പറയുന്നു പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിരാഹാരം കിടന്നു. ഇതിപ്പോൾ 1.5 വർഷമായി അവിടെ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ചിത്രമൊക്കെ വരച്ചിട്ട് തന്നെ 1.5 വർഷമായി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റീവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ എന്താ പറയുക, വരയ്ക്കാനുള്ള ഇതും കൂടെ നഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, വിഷമാവസ്ഥയാണ്. നിരാഹാരമിരുന്നും പ്രതിഷേധം നടത്തിയും നോക്കി. പലിശ ഇനത്തിൽ ചെറിയ തുക നൽകുന്നതല്ലാതെ മുഴുവൻ പണം തരുന്ന മട്ടില്ല. സമ്പാദ്യം തിരികെ ലഭിക്കാൻ 1.5 വർഷമായി നിയമപോരാട്ടം നടത്തുകയാണ് ചിത്രകാരി. കബളിപ്പിക്കപ്പെട്ട 300-ലധികം നിക്ഷേപകരും സജിതയ്ക്ക് പിന്തുണയുമായുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലിശയും ഇല്ല, മുതലും ഇല്ല. സാധാരണക്കാർ ഒരുപാട് പേര്, അതായത് 300ഓളം പേരാണ് ഇപ്പോൾ വിക്ടിംസ്. ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം പുരോഗതിയിലാണ്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണത്തിന് വേഗം കൂട്ടണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം.